ഒരു കോടീശ്വരൻ ഒരു എയർലൈൻ കമ്പനി തുടങ്ങിയാൽ അയാൾ ഒരു ലക്ഷപ്രഭുവായി മാറുന്നു. എയർലൈൻ കമ്പനികളെക്കുറിച്ചുള്ള പ്രശസ്തമായ വാക്കുകളാണത്. പറയുന്നത് എയർലൈൻ കമ്പനി ലാഭത്തിലാക്കാന്ന് പറയുന്നത് വളരെ 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 പ്രയാസമാണെന്നാണ്. ലോകമെമ്പാടും വളരെ കുറച്ച് എയർലൈൻ കമ്പനികൾ മാത്രമാണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്നത്. ഭൂരിഭാഗം കമ്പനികളും നഷ്ടത്തിലാണ്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഏവിയേഷൻ ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എയർപ്ലെയിൻ്റെ വിലയാണ്. എയർക്രാഫ്റ്റുകൾ വളരെ വളരെ എക്സ്പെൻസീവാണ്. രണ്ട്, ഒരുപാട് തൊഴിലാളികളെ ഈ ഇൻഡസ്ട്രിയിൽ ആവശ്യമാണ്. ഇവർക്കെല്ലാവർക്കും നല്ല ശമ്പളം കൊടുക്കേണ്ടത് ആവശ്യമാണ്. മൂന്ന്, ഫ്യൂവലിൻ്റെ പ്രൈസാണ്, ഇന്ധനത്തിൻ്റെ വില. പറയുന്നത് ഒരു എയർലൈൻ കമ്പനിയുടെ മുഴുവൻ ചെലവിൻ്റെ 30 മുതൽ 40% വരെ ഫ്യൂവലിന് വേണ്ടിയാണ് പോകുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ധനത്തിൻ്റെ വിലയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തന്നെ എയർലൈൻ കമ്പനിയുടെ ലാഭത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഇന്ധനവില ചെറുതായിട്ടൊന്ന് കൂടുമ്പോൾ തന്നെ എയർലൈൻ കമ്പനികൾക്ക് സഹിക്കാൻ സാധിക്കാത്ത നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. പറയുന്നത് ലോകമെമ്പാടും ഇന്ധനവില കൂടിയതുകൊണ്ട് മാത്രം ബാങ്ക്രപ്റ്റായി പോയിട്ടുള്ള എയർലൈൻ കമ്പനികളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണെന്നാണ്. ലോകമെമ്പാടും നിരവധി എയർലൈനുകൾ നഷ്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ബാങ്ക്രപ്റ്റായി പോകുമ്പോൾ, ദുബായിലൊരു എയർലൈൻ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. ഓപ്പറേഷൻ തുടങ്ങി ഏകദേശം 40 വർഷമാകുമ്പോൾ 1-2 വർഷങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ കാലവും ലാഭം മാത്രമാണ് ഈ കമ്പനിയിൽ ഉണ്ടായിരിക്കുന്നത്. പറയുന്നത് 2018 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ഈ കമ്പനിയുടെ ലാഭം $428 മില്യൺ എന്നാണ്. ഇത് എമിറേറ്റ്സിൻ്റെ കഥയാണ്. 1960-കൾ വരെ ഒരുപാട് മരുഭൂമികൾക്കിടയിൽ മറ്റൊരു മരുഭൂമി, അതായിരുന്നു ദുബായ്. മണ്ണിനടിയിൽ എണ്ണയുണ്ടെന്ന് തിരിച്ചറിയുന്നതോടെ മിഡിൽ ഈസ്റ്റിലെ പല നാടുകളുടെ കഥയും ചിത്രവും എന്നേക്കുമായി മാറി. പക്ഷേ ഇവിടെയും ദുബായിയുടെ കഥ ഒരൽപ്പം വ്യത്യസ്തമാണ്. ദുബായിൽ എണ്ണയുണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ അവിടുത്തെ നേതാവ് പറഞ്ഞത് വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ്. അയാൾ പറഞ്ഞത് ഇതാണ്: എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു നല്ല കാര്യവുമുണ്ട്, ഒരു മോശം കാര്യമുണ്ട്. കാര്യം ഇതാണ്: നമ്മുടെ മണ്ണിനടിയിലും എണ്ണ കണ്ടെത്തിയിരിക്കുന്നു, പക്ഷേ അത് കുറച്ചേ ഉള്ളൂ. അയാൾ ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ശരിയാണ്, ദുബായിയുടെ മണ്ണിലും എണ്ണയുണ്ട്, പക്ഷേ അത് വളരെ ചെറിയൊരു എണ്ണശേഖരമാണ്. അത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമായിരുന്നില്ല. തൊട്ടടുത്തുള്ള അബുദാബിയിൽ തന്നെ ദുബായേക്കാളും 20 ഇരട്ടിയിൽ അധികം വലിപ്പമുള്ള എണ്ണശേഖരമാണുള്ളത്. കണക്കുകൾ പ്രകാരം ദുബായിലുള്ളത് ഏകദേശം 4 ബില്യൺ ബാരൽ ഓയിലിൻ്റെ എണ്ണശേഖരമാണ്. ഇതുകൊണ്ട് ഏകദേശം 50 വർഷം അവർക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കും, നല്ല വരുമാനം ലഭിക്കും. പക്ഷേ 50 വർഷങ്ങൾ വരെ മാത്രം. അതിനുള്ളിൽ മറ്റൊരു വരുമാന മാർഗം അവർ കണ്ടെത്തിയില്ലെങ്കിൽ ദുബായ് വീണ്ടും ഒരു മരുഭൂമിയായി മാറും. ഈ സത്യം അവിടുത്തെ ഭരണകൂടം തിരിച്ചറിഞ്ഞിരുന്നു. അവർക്കിതിനൊരു സൊല്യൂഷൻ അത്യാവശ്യമായിരുന്നു. ദുബായിയുടെ അന്നത്തെ ക്രൗൺ പ്രിൻസ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പലതരം എക്സ്പെർട്ടുകളെ ക്ഷണിച്ചു. അവരോടെല്ലാം ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചു. അവരോട് ഈ പ്രശ്നത്തിന് നല്ലൊരു പരിഹാരം കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. ഓരോ എക്സ്പെർട്ടും ഓരോ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതിൽ മിക്ക ആൾക്കാരും കോമണായി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു: ദുബായ്ക്ക് സ്വന്തമായി ഒരു എയർലൈൻ വേണമെന്നൊരു ഐഡിയ. ദുബായ്ക്ക് സ്വന്തമായി ഒരു എയർലൈൻ വേണമെന്ന് പറയാൻ ചില കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് ദുബായിയുടെ ലൊക്കേഷനാണ്. നിങ്ങൾ മാപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ദുബായിൻ്റെത് ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്, ഒരു മാന്ത്രിക ലൊക്കേഷനാണ്. രസകരമായ കാര്യമെന്നാൽ ദുബായിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഏകദേശം 8 മണിക്കൂർ യാത്രയേ ഉള്ളൂ എന്നതാണ്. അത് യൂറോപ്യൻ രാജ്യങ്ങളാവട്ടെ, ഏഷ്യൻ രാജ്യങ്ങളാവട്ടെ, ആഫ്രിക്കൻ രാജ്യങ്ങളാവട്ടെ, പല രാജ്യങ്ങളിലേക്കും ദുബായിൽ നിന്ന് ഏകദേശം 8 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇത് വളരെ വലിയൊരു അഡ്വാൻറ്റേജാണ്. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു ഫ്ലൈറ്റ് ദീർഘദൂര സർവീസ് നടത്തുമ്പോൾ ദുബായ് എയർപോർട്ടിന് ഒരു ട്രാൻസിറ്റ് ഹബ്ബായി മാറാൻ സാധിക്കും. പ്ലെയിനിന് ഇവിടെ ഇറങ്ങാം, ഇവിടെ ഹോൾട്ട് ചെയ്യാം, ഇവിടെ നിന്ന് ഇന്ധനം നിറയ്ക്കാം, എന്നിട്ട് യാത്ര വീണ്ടും തുടരാം. ഇൻ്റർനാഷണൽ കാർഗോ ഷിപ്മെൻ്റിൻ്റെ കാര്യത്തിലും ദുബായിയുടെ ലൊക്കേഷൻ ഇങ്ങനെ തന്നെയാണ്, വളരെ വളരെ സ്ട്രാറ്റജിക്കാണ്. ദുബായിയുടെ ഈ ലൊക്കേഷൻ്റെ സാധ്യതകളെ ഉപയോഗിക്കുകയാണെങ്കിൽ
ദുബായ്ക്ക് സ്വന്തമായൊരു എയർലൈൻ ഉണ്ടെങ്കിൽ അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. തീർച്ചയായിട്ടും എയർലൈൻ ലാഭത്തിലായിരിക്കും. ഇതായിരുന്നു എക്സ്പേർട്ടുകളുടെ അഭിപ്രായം. അങ്ങനെ ദുബായ് ഭരണകൂടം ഒരു എയർലൈൻ തുടങ്ങാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഇവർ 2 കണ്ടീഷൻസാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, എയർലൈൻ തുടങ്ങുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും നല്ല എയർലൈൻ ആയിരിക്കണം, ഏറ്റവും ഉയർന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉള്ള എയർലൈൻ ആയിരിക്കണം. 2, തുടക്കത്തിൽ $10 മില്യൺ തരും. അതുകൊണ്ട് ബിസിനസ് ചെയ്തോണം, അതിൽ നിന്നും ലാഭം ഉണ്ടാക്കിക്കോണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ പദ്ധതി ഉപേക്ഷിക്കുക. ദുബായ്ക്ക് എയർലൈൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയാണ് എമിറേറ്റ്സിൻ്റെ കഥ തുടങ്ങുന്നത്. എമിറേറ്റ്സ് ആദ്യം ചെയ്യുന്ന ഏറ്റവും വലിയ ട്രിക്ക്, ആദ്യത്തെ ഏറ്റവും വലിയ തീരുമാനം ഇതാണ്. അവർ സ്വന്തമായി ഫ്ലൈറ്റ് ഉടനെ വാങ്ങണ്ടെന്ന് തീരുമാനിക്കുന്നു. അവർ പാകിസ്ഥാനിൽ നിന്നും പ്ലെയിനുകൾ കൊണ്ടുവന്നു.